മൊഡ്യൂൾ 1-ലെ നാച്ചുറൽ ലോഗരിതംസ് എന്ന സെക്ഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡെഫിനിഷൻ ആൻഡ് 2 പ്രോബ്ലംസും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പ്രോബ്ലം ആണ് ഇന്റഗ്രൽ dx ബൈ റൂട്ട് എക്സ് ഇൻറ്റു 1 പ്ലസ് റൂട്ട് എക്സ്. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ 1 പ്ലസ് റൂട്ട് എക്സിന് യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദെൻ രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ du ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് 0 ആൻഡ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. ദെൻ ഇനി ഇവിടെ നമുക്ക് ഇതിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇന്റഗ്രേഷനിൽ കൊടുക്കുമ്പോൾ 1 ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള ടേം ഉണ്ട്. 1 ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഈ 2ന് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരാം. അതായത് 2 du ഈക്വൽ ടു ഇവിടെ ഏതാണോ നമുക്ക് ടേം നിൽക്കുന്നത് അതിലേക്കാക്കി മാറ്റും. സോ 1 ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇവിടെ യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് du എന്നുള്ള ടേം കിട്ടും. ഇനി നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ തിരിച്ചു ഇന്റഗ്രേഷനിൽ കൊടുക്കുക. ദാറ്റ് ഈസ് ഇന്റഗ്രൽ dx ബൈ റൂട്ട് എക്സ് ഇൻറ്റു 1 പ്ലസ് റൂട്ട് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 ബൈ 1 പ്ലസ് റൂട്ട് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 1 ബൈ യു. ഓക്കെ, 1 ബൈ 1 പ്ലസ് റൂട്ട് എക്സ്. ദെൻ 1 ബൈ റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം 2 du. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നുള്ള കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുക്കുക. ഇന്റഗ്രൽ 1 ബൈ യു ഡി യു. ഇനി 1 ബൈ യു ഡി യു, അതായത് ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് എക്സ്. ഇവിടെ യു ആണ് വേരിയബിൾ, അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ലോഗ് ln നാച്ചുറൽ ലോഗരിതമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ln മോഡ് യു പ്ലസ് സി. സി ഇസ് ദ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഗിവൺ ഏത് വേരിയബിളിലാണോ തന്നിട്ടുള്ളത് ആ വേരിയബിളിലേക്ക് തിരിച്ച് കൊടുക്കുക. ദാറ്റ് ഈസ് യുവിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് കൊടുക്കുക. യു ഈക്വൽ ടു 1 പ്ലസ് റൂട്ട് എക്സ്. ദാറ്റ് ഈസ് 2 ln മോഡ് 1 പ്ലസ് റൂട്ട് എക്സ് പ്ലസ് സി. ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ln x ഹോൾ സ്ക്വയർ ബൈ എക്സ് ഡി എക്സ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇന്റഗ്രേഷനിൽ ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്റഗ്രന്റ് എന്നുള്ളത് ഒരു ഫംഗ്ഷനും ഒരു ഡെറിവേറ്റീവും വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ദെൻ രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കിട്ടും. അപ്പൊ ഇവിടെ ലോഗ് എക്സ് ln x എന്നുള്ളത് ln എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1 ബൈ എക്സ്. അപ്പൊ ആ ഒരു ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഫംഗ്ഷൻ ആണ്. അതായത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ln എക്സും എഫ് ഡാഷ് ഓഫ് എക്സ് എന്നുള്ളത് 1 ബൈ എക്സും ആണ്. അപ്പൊ ഇവിടെ ln എക്സിന് നമ്മൾ എന്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ln എക്സ് ഈക്വൽ ടു യു. യു എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം, യു ടി അങ്ങനെ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ln എക്സിന്റെ ഡെറിവേറ്റീവ് അഥവാ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മളിവിടെ പറയുന്നത് നാച്ചുറൽ ലോഗരിതമാണ്. നാച്ചുറൽ ലോഗരിതത്തൊക്കെ പറഞ്ഞതാണ്. നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ഇ ആയിട്ട് വരുന്നതാണ് നാച്ചുറൽ ലോഗരിതം. ആൻഡ് കോമൺ ലോഗരിതത്തിന്റെ ബേസ് ലോഗ് 10 ആണ്. കോമൺ ലോഗരിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ln 1 എന്താന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ln 1 ഈക്വൽ ടു 0 ആണെന്ന്. അതുപോലെ തന്നെ ln e എന്ന് പറയുന്നതും ഒരു റിസൾട്ട് ആണ്. കാരണം ln e നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് അതിന്റെ ബേസ് ഇ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ln e ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ടും റിസൾട്ട് ആണ്. ln 1 എന്ന് പറയുന്നത് 0യും ln e എന്ന് പറയുന്നത് 1ഉം ആണ്. ഇനി ഇവിടെ രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ln എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ എക്സ് dx, എവിടെയാണോ നമ്മൾ ഇവിടെയാണ് ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്, ഈക്വൽ ടു du. അപ്പൊ ഇവിടെ 1 ബൈ എക്സ് ഡി എക്സ് എന്നുള്ളതിന് പകരം du കിട്ടി. ln എക്സിന് യു. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ln എക്സിന് പകരം യു സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ 1 ബൈ എക്സ് ഡി എക്സ്. 1 ബൈ എക്സ് ഡി എക്സിന് പകരം du. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. യു സ്ക്വയർ du എന്ന് എഴുതാം. യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമാണ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ദാറ്റ് ഈസ് ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത്
u cube by 3 plus c. u cube by 3 plus c, യുവിന്റെ വാല്യൂ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 ഇൻറ്റു യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln x ഹോൾ ക്യൂബ് പ്ലസ് സി. ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇന്റഗ്രൽ ഓഫ് ദ ഫോളോയിങ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നാണ്. അതായത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ടാൻ എക്സും എ തന്നിട്ടുള്ളത് ടാൻ എക്സും രണ്ടാമത് തന്നിട്ടുള്ളത് സീക്ക് എക്സും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കുക, ഇന്റഗ്രേഷൻ. അപ്പൊ ഇത് ചെയ്യുന്നത്, ഇതെന്തായാലും ഇതിൽ ln x എന്നുള്ള ടേം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ നാച്ചുറൽ ലോഗരിതത്തിന്റെ ഭാഗത്ത് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് ടാൻ എക്സിന്റെ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ എക്സ് എന്നുള്ളതിന് ട്രിഗണോമെട്രിക്കലി ഐഡന്റിറ്റി മാറ്റി എഴുതുക. ദാറ്റ് ഈസ് ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം. ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ്. അപ്പൊ ഇങ്ങനെ മാറ്റി എഴുതിയ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ റൂള്, ഫംഗ്ഷനും ഡെറിവേറ്റീവും ഉണ്ടെങ്കിൽ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ ഇവിടെ cos x ഈക്വൽ ടു യു, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ. cos x ഈക്വൽ ടു യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ cos എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു, നമ്മൾ ഇവിടെയും ചെയ്യും ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. ഡി എക്സിനാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ എടുക്കുക. സോ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. ഇത് നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? പക്ഷെ നമുക്ക് ഇവിടെ ഉള്ളത് സൈൻ എക്സ് ഡി എക്സ് മാത്രമാണ്. അപ്പൊ ഈ മൈനസിനെ ഇങ്ങോട്ട് എടുക്കുക. ദാറ്റ് ഈസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു. ഇതിവിടെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി യു, വാരിയബിൾ ചേഞ്ച് ചെയ്യുക, മൈനസ് ഡി യു. ഇവിടെ തന്നിരിക്കുന്നത് എക്സിലായിരുന്നു, നമ്മൾ വാരിയബിൾ ചേഞ്ച് ചെയ്യുക, യുയിലേക്ക് മാറ്റുക. കോസ് എക്സ് എന്നുള്ളത് യു. സോ മൈനസ് ഇന്റഗ്രൽ ഡി യു ബൈ യു. നമുക്കറിയാം 1/u du എന്നുള്ള ഫോമാണിത്. 1/x dx ദാറ്റ് ഈസ് ഈക്വൽ ടു ln x, ദാറ്റ് ഈസ് മൈനസ് ln മോഡ് യു പ്ലസ് സി. ഇതാണ് ഇവിടുത്തെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇവിടെ യു എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുക്കണം. മൈനസ് ln കോസ് എക്സ് പ്ലസ് സി. അടുത്തത് ഇതുപോലെ സൈൻ എക്സിന്റെ സീക്ക് എക്സിന്റെ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, സീക്ക് എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഈ പറഞ്ഞതുപോലെ ഫംഗ്ഷനും ഡെറിവേറ്റീവും വരാൻ വേണ്ടി നമ്മളിവിടെ ഇന്റഗ്രൽ സീക്ക് എക്സ് മുകളിലും താഴെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് എന്നുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ചെയ്യുക. സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ദെൻ ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. സോ നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ സീക്ക് എക്സിനുള്ളിലോട്ട് എടുക്കുമ്പോൾ ഡി എക്സ് ഉണ്ട്. സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, താഴെ കിടക്കുന്നത് ഫംഗ്ഷനും മുകളിൽ കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ് ആണ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പൊ നമ്മൾ ആ ഒരു ഫോമിലേക്ക് എത്തി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. സോ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഡിനോമിനേറ്ററിൽ സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ഈക്വൽ ടു യു. രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടും സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ദാറ്റ് ഈസ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. അപ്പൊ ഇതിവിടെ നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ മുകളിലുള്ളതിന് ഡി യു ഡിവൈഡഡ് ബൈ യു, വേരിയബിൾ ചേഞ്ച് ചെയ്യാണ്. ദെൻ ഡി യു ബൈ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln മോഡ് യു പ്ലസ് സി. ln മോഡ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ln മോഡ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ആയിരുന്നു, യു ഈക്വൽ ടു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി. അപ്പൊ ഇവിടെ നമുക്ക്
ഡയറക്റ്റ് ആയിട്ട് ടാൻ എക്സിന്റെയും സീക്ക് എക്സിന്റെ ഒക്കെ സ്പെഷ്യൽ റിസൾട്ടുകളാണ്. സാധാരണ നമ്മൾ ട്രിഗ്നോമെട്രിക്കിന്റെ ഇതിൽ വരാത്ത ഐഡന്റിറ്റിയാണ് ടാൻ എക്സിന്റെയും സീക്ക് എക്സിന്റെയും. ടാൻ എക്സിന്റെ -ln mod cos x പ്ലസ് ഇ എന്നുള്ളതും സീക്ക് എക്സിന്റെ ln mod cos x പ്ലസ് ടാൻ എക്സ് പ്ലസ് ഇ എന്നുള്ള റിസൾട്ടും കിട്ടി. ഇതില് ഇതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോട്ടെക്സിന്റെ കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇതേപോലെ കോട്ടെക്സിനെ നമ്മൾ എങ്ങനെ ചെയ്യാം, ഇന്റഗ്രൽ ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ബൈ കോസ്, സോ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ് ഡി എക്സ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു റിസൾട്ടാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത് ln കൊസീക് എക്സ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. ഇതും അടുത്ത റിസൾട്ടാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് 3 റിസൾട്ട് കിട്ടി. ടാൻ എക്സിന്റെ സീക്ക് എക്സിന്റെയും കോട്ടെക്സിന്റെയും റിസൾട്ടുകൾ കിട്ടി. അടുത്ത സെക്ഷൻ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് നാച്ചുറൽ ലോഗരിതംസ്. നാച്ചുറൽ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഈ പ്രോപ്പർട്ടീസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു റിസൾട്ട് നമ്മൾ ഓർമ്മപ്പെടുത്താണ്. മീൻ വാല്യൂ തിയറത്തിന്റെ കൊറോളറി പറഞ്ഞിട്ടുണ്ട്. ഇഫ് dy1 by dx equal to dy2 by dx then y1 equal to y2 plus c. ഇതിനെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, രണ്ട് ഫംഗ്ഷൻസ് y1 y2, രണ്ട് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻസ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഡിഫർ ആയിരിക്കും. അതായത് രണ്ട് ഫംഗ്ഷൻസ് y1 y2 അതിന്റെ ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഫംഗ്ഷൻസ് ഡിഫറെന്റ് ആയിരിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് അഡീഷണൽ ടേം, ദാറ്റ് ഈസ് y1 ഈക്വൽ ടു y2 പ്ലസ് സി. ഇതാണ് ഇവിടുത്തെ റിസൾട്ട്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂളിൽ പറയുന്നത് ln ax ഈക്വൽ ടു ln a പ്ലസ് ln x. നമ്മൾ log a ഇൻറ്റു ബി ഈക്വൽ ടു log a പ്ലസ് log b എന്ന് പറയുന്ന ലോഗരിതത്തിന്റെ പ്രോഡക്റ്റ് റൂളാണിത്. നാച്ചുറൽ ലോഗരിതത്തിന്റെ പ്രോഡക്റ്റ് റൂള് ln a പ്ലസ് ln x വേർ a ഗ്രേറ്റർ ദാൻ 0 ആൻഡ് x ഗ്രേറ്റർ ദാൻ 0. എയും എക്സും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ആൻഡ് അതിന്റെ ലോഗരിതമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ലെറ്റ് y1 ഈക്വൽ ടു, പ്രൂഫാണ് പറയുന്നത്, ലെറ്റ് y1 ഈക്വൽ ടു ln ax ആൻഡ് y2 ഈക്വൽ ടു ln x. y1 y2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് എടുക്കുകയാണ്. y1 ഈക്വൽ ടു ln ax, y2 ഈക്വൽ ടു ln x. ദെൻ ഈ ഒരു പ്രോപ്പർട്ടി ഡെറിവേറ്റീവ്സ് നോക്കുക, ചെക്ക് ചെയ്യുക. dy1 ബൈ dx ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് y1, അതായത് d ബൈ dx ഓഫ് ln ax. ഇത് നമുക്കറിയാം. ln xന്റെ ഡെറിവേറ്റീവ് ഇപ്പൊ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ln xന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ബൈ x, ഇവിടെ x പകരം ax ഇൻറ്റു ഇവിടെ ax ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. d ബൈ dx ഓഫ് ax ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ax ഇൻറ്റു d ബൈ dx ഓഫ് ax. അതായത് ax വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ a ഇസ് എ കോൺസ്റ്റന്റ്, എനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ d ബൈ dx ഓഫ് x ദാറ്റ് ഈസ് 1. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും, ഇൻറ്റു a. ഈ എയും എയും ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ 1 ബൈ x. ഇനി ഇതേപോലെ നമുക്ക് dy2 ബൈ dx ചെയ്യാം. dy2 ബൈ dx ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു d ബൈ dx ഓഫ് ln x. ഇത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് 1 ബൈ x ആണ്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ dy1 ബൈ dy1 ബൈ dx ഈക്വൽ ടു dy2 ബൈ dx. ദെൻ ബൈ ദ എബോ റിസൾട്ട്, മീൻ വാല്യൂ തിയറത്തിന്റെ കൊറോളറി പ്രകാരം ഈ രണ്ട് ഡെറിവേറ്റീവ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ y1 ഈക്വൽ ടു y2 പ്ലസ് c. ദാറ്റ് ഈസ് y1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ln ax ഈക്വൽ ടു y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ln x പ്ലസ് c. അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഇതിൽ നമുക്ക് c എന്നുള്ള ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിനെ മാറ്റണം. അപ്പൊ അവിടെ പുട്ട് x ഈക്വൽ ടു 1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടി, സ്പെസിഫിക് ആയിട്ട് കിട്ടാൻ, പെർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഇവിടെ ln x ax ഈക്വൽ ടു ln x പ്ലസ് c, ദാറ്റ് ഈസ് പുട്ട് x ഈക്വൽ ടു 1. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. ഇതിൽ നമ്മൾ പുട്ട് x ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ln ax, x എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് ln a ഈക്വൽ ടു ഇവിടെ ln 1 പ്ലസ് c, ദാറ്റ് ഈസ് ln a ഈക്വൽ ടു ln 1 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് c, സോ c ഈക്വൽ ടു ln 1. ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ln ax ഈക്വൽ ടു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് പോലെ ln ax ഈക്വൽ ടു ln x പ്ലസ് സിക്ക് പകരം ln a, where a greater than 0 and x greater than 0. ഇതാണ് പ്രോഡക്റ്റ് റൂൾ ഓഫ് നാച്ചുറൽ ലോഗരിതം. ഇതേപോലെ കോഷ്യന്റ് റൂളും ഉണ്ട്. കോഷ്യന്റ് റൂളിൽ പറയുന്നത് രണ്ടാമത്തെ റിസൾട്ട്. കോഷ്യന്റ് റൂളിൽ പറയുന്ന റിസൾട്ട് ln x by a ഈക്വൽ ടു ln x മൈനസ് ln a, where a greater than 0 and x greater than 0. a and x are positive numbers and ln x by a. ഇപ്പൊ ശ്രദ്ധിക്കുക, പ്രോഡക്റ്റ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഇൻഡിവിജ്വൽ അഡീഷനും, ഡിവിഷൻ ആണ് വരുന്നതെങ്കിൽ ഇവിടെ സബ്ട്രാക്ഷൻ ആണ് വരിക. ln x by a ഈക്വൽ ടു ln x മൈനസ് ln a. ഇതിനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ പ്രൂഫ് ചെയ്യുന്നത് പ്രോഡക്റ്റ് റൂളില്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത പ്രോഡക്റ്റ് റൂളില് എക്സ് ഈക്വൽ ടു 1 by a എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു 1 by a ഇൻ പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂളിൽ എക്സ് ഈക്വൽ ടു 1 by a എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പ്രോഡക്റ്റ് റൂൾ എന്തായിരുന്നു? അതൊന്നും കൂടെ എഴുതിയേക്കാം. ln ax ഈക്വൽ ടു ln a പ്ലസ് ln x. ഇവിടെ നമ്മൾ x ഈക്വൽ ടു 1 by a എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ ln a ഇൻറ്റു 1 by a ഈക്വൽ ടു ln a പ്ലസ് ln 1 by a. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും? എയും എയും ക്യാൻസൽ ചെയ്താൽ ഇവിടെ ln 1 ഈക്വൽ ടു ln a പ്ലസ് ln 1 by a. ഇത് ln 1 log 1 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഈക്വൽ ടു ln a പ്ലസ് ln 1 by a. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ln 1 by a ഈക്വൽ ടു മൈനസ് ln a. ഇതൊരു റിസൾട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ln x by a, നമ്മളിവിടെ ln 1 by a എന്നുള്ളത് മൈനസ് ln a ആണെന്ന് എഴുതി. ഇനി നമുക്ക് റിസൾട്ടിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത് ln x by a എന്നുള്ളതായിരുന്നു. ലെഫ്റ്റ് സൈഡ് LHS, ദാറ്റ് ഈസ് ln x by a ഈക്വൽ ടു ln, ഇത് എങ്ങനെ എഴുതാം? x ഇൻറ്റു 1 by a എന്ന് എഴുതാം. ദെൻ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഡക്റ്റ് റൂൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്, പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ln a ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ln a പ്ലസ് ln x, ദാറ്റ് ഈസ് ln x പ്ലസ് ln 1 by a ബൈ പ്രോഡക്റ്റ് റൂള്. പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ln x ln 1 by a എന്നുള്ളത് മൈനസ് ln a ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ മൈനസ് ln a. അപ്പൊ ഇവിടുന്ന് എന്ത് കിട്ടി? ln x by a ഈക്വൽ ടു ln x മൈനസ് ln a. ഇതാണ് ഇവിടുത്തെ റിസൾട്ട്.